ഇന്ന് ടാസ്കിൻ്റെ ഇടയിൽ സിജോ ജിൻഡോയെ വളരെ രൂക്ഷമായിട്ട് അധിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെ മോശമായ പ്രതികരണമായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഒരു മാസം മുമ്പ് സിബിൻ ഇവിടെ ജാസ്മിനെ വളരെ തരംതാണ രീതിയിൽ അധിക്ഷേപിച്ചു സംസാരിച്ചിരുന്നു. അതായത് ജാസ്മിൻ ഒരു ക്വാളിറ്റി ഇല്ല, ഈ ബിഗ് ബോസ് ഷോ നന്നാവണമെങ്കിൽ ഇവൾ പുറത്താകണം, ഒട്ടും ക്വാളിറ്റി ഇല്ല. അപ്പോൾ അത് ബിഗ് ബോസും ലാലേട്ടനൊക്കെ അത് ശ്രദ്ധിച്ച് വീക്കെൻഡ് ഷോയിൽ വന്നപ്പോൾ സിബിനെ ശരിക്കും ഇട്ട് കുടഞ്ഞു. തനിക്ക് എന്ത് ക്വാളിറ്റിയാണ് സിബിൻ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത് കേട്ടു. വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെയാണോ സിബിൻ പ്രതികരിക്കുക എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പ് ജാസ്മിനും ഇതേപോലെ തന്നെ ജിൻഡോയെ അധിക്ഷേപിച്ച് അർജുനുമായി സംസാരിക്കുന്നത് കേട്ടു. അതായത് ജിൻഡോയ്ക്ക് ഈ ഷോ ജയിക്കാൻ ഒരു അർഹതയുമില്ല, ഈ ഷോ ജിൻഡോ ജയിക്കുവാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പറഞ്ഞത് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞത്, അതായത് ഈ ഷോയ്ക്ക് ഒരു അർത്ഥവും ഇല്ലാതാകും ജിൻഡോ ജയിച്ചാൽ എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് തരംതാണ്? അപ്പോൾ ഈ ജാസ്മിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണ്? അപ്പോൾ ഇതൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുമോ? ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഷോയിൽ വരുമ്പോൾ ഈ സിബിൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ സിജോയും ഇന്ന് പറഞ്ഞത്, 2 ദിവസം മുമ്പ് ജാസ്മിനും പറഞ്ഞത്. അപ്പോൾ ഇതിനെ ഒരേ രീതിയിലല്ലേ കാണേണ്ടത്? ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ സിജോയും ജാസ്മിനെയൊക്കെ നിർത്തിപ്പൊരിച്ച് നിങ്ങളുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദ്യം ചെയ്യാൻ ലാലേട്ടന് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഒരിക്കലും സാധിക്കില്ല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും രൂക്ഷമായി പറഞ്ഞത് സിജോ തന്നെയാണ്. അതായത് ചീഞ്ഞളിഞ്ഞ കണ്ടന്റാണ് ജിൻഡോ ഇവിടെ കൊടുക്കുന്നത്. ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ഏറ്റവും അവിഞ്ഞ ബിഗ് ബോസ് സീസൺ ആകും ജിൻഡോ ജയിച്ചാൽ എന്നൊക്കെയാണ് സിജോ പറഞ്ഞത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. ജിൻഡോയെ ആക്രമിച്ച് സ്വന്തം തകർച്ചയിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാനാണ് ഈ സിജോയും കൂട്ടരും ഒക്കെ നോക്കുന്നത്. അതിന് ജിൻഡോയെ ഇത്രയും രൂക്ഷമായി അധിക്ഷേപിച്ചാൽ അതിനെ ശക്തമായ രീതിയിൽ തന്നെ ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് നടക്കുമോ എന്ന് കണ്ടറിയാം.